കേരള തീരത്തിന് സമീപം അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട സിംഗപ്പൂർ കപ്പൽ വഹായ് 503യിലെ തീ ഇപ്പോഴും നമുക്ക് നിയന്ത്രിക്കാനായിട്ടില്ല. നാവികസേനയും കോസ്റ്റ് ഗാർഡും അവരുടെ രക്ഷാദൌത്യം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ചരക്കു കപ്പലിൽ ഇപ്പോഴും പൊട്ടിത്തെറിയും കനത്ത പുകയും ഉയരുന്നത് ദൌത്യത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുമുണ്ട്. കപ്പൽ 15 ഡിഗ്രിയോളം ചെരിഞ്ഞിട്ടുണ്ട്. കാണാതായ 4 നാവികർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. അതേസമയം തുടർച്ചയായി ഉണ്ടാകുന്ന കപ്പൽ അപകടങ്ങളിൽ തീരദേശം കനത്ത ആശങ്കയിലുമാണ്. ഈ കപ്പൽ ദുരന്തം നമ്മുടെ മുന്നിൽ നിരവധി ചോദ്യങ്ങൾ എറിയുന്നുണ്ട്. അതിലൊന്ന്, അടിക്കടി ഉണ്ടാകുന്ന ഈ കപ്പൽ ദുരന്തത്തിന്റെ അപകടത്തിന്റെ കാരണം എന്താണ്? ഈ കപ്പൽ അപകടത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന, അതായത് കണ്ടെയ്നറുകൾ വീണുമൊക്കെ കടലിലേക്ക് പരക്കുന്ന രാസമാലിന്യങ്ങൾ, രാസവസ്തുക്കൾ അടക്കമുള്ള ഈ വിഷവസ്തുക്കൾ, ഇത് നമ്മുടെ പരിസ്ഥിതിക്ക് ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം എത്രത്തോളമാണ്? എന്തുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ചതുപോലെ കപ്പൽ കമ്പനികൾക്കെതിരെ കേസ് കൊടുത്തുകൊണ്ട് ഇതിന് നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തത്? എങ്ങനെയാണ് തീരദേശത്ത് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള തീരദേശവാസികളുടെ ആശങ്കകൾക്ക്, അവരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിന് എങ്ങനെയാണ് സർക്കാർ പരിഗണിക്കാൻ പോകുന്നത്? എന്ത് പരിഹാരമാണ് സർക്കാർ നിർദ്ദേശിക്കാൻ പോകുന്നത്? ഇന്ന് ന്യൂസ് ഈവനിംഗ് ഈ വിഷയം വിശദമായി പരിശോധിക്കുകയാണ്. ആശങ്ക തീരത്തോ? എല്ലാവർക്കും സ്വാഗതം. മറൈൻ നിയമ വിദഗ്ധൻ അഡ്വക്കേറ്റ് ജോയ് തട്ടിൽ നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ടാകും. ഈ കപ്പൽ അപകടത്തിന്റെ ഇതിൽ ഉത്തരവാദിത്വം വഹിക്കാൻ ആരാണുള്ളത്? മത്സ്യത്തൊഴിലാളികൾ, തീരദേശത്ത് വസിക്കുന്നവരുടെ ആശങ്ക പരിഹരിക്കാൻ ആരാണുള്ളത്? ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് കപ്പൽ കമ്പനിക്കെതിരെ കോടതിയിൽ പോകാൻ നിയമപരമായ പോരാട്ടത്തിന് സംസ്ഥാന സർക്കാർ മടിക്കുന്നത്? എന്തുകൊണ്ടാണ് തീരദേശവാസികളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാതിരിക്കുന്നത്? ഇത്രയും വലിയ അപകടകരമായ വസ്തുക്കൾ കടലിൽ പരക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായാൽ അത് തടയാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ആരാണ് ഈ തീരമേഖലയിലെ ഈ സുരക്ഷ, ഇത്തരം കാര്യങ്ങൾ, ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആരാണ് അത് ഉറപ്പുവരുത്തേണ്ടത് എന്ന് തുടങ്ങിയിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് മറൈൻ നിയമ വിദഗ്ധൻ അഡ്വക്കേറ്റ് ജോയ് തട്ടിൽ നമ്മളോടൊപ്പം ഇന്ന് ഈ ചർച്ചയിൽ പങ്കാളിയാകുന്നത്. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളിയായ ഐക്യവേദിയുടെ ശ്രീ ചാൾസ് ജോർജ് നമ്മളോടൊപ്പം ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ടാകും. തീര ഭൂസംരക്ഷണ സമിതിയുടെ ശ്രീമതി മാഗ്ലിൻ പീറ്റർ ഈ ചർച്ചയിൽ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യം അഡ്വക്കേറ്റ് ജോയ് തട്ടിൽ, ഇതിപ്പോൾ തുടർച്ചയായി രണ്ടാമത്തെ കപ്പലാണ് അപകടത്തിൽപ്പെടുന്നത്. അതും വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പായ ശേഷം കേരള തീരത്തുണ്ടാകുന്ന, നമ്മുടെ ആശങ്കയുണ്ടാക്കുന്ന രണ്ടാമത്തെ അപകടം. ആദ്യം എൽസ 3 എന്ന കപ്പൽ അപകടത്തിൽപ്പെടുമ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം, അതല്ലെങ്കിൽ ഒരു തീരുമാനം, കപ്പൽ കമ്പനിക്കെതിരെ കോടതിയെ സമീപിക്കേണ്ട എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച്. ഇങ്ങനെ ഒരു അപകടം കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് നിയമപരമായി സംരക്ഷണം കിട്ടുന്ന എന്തൊക്കെ വ്യവസ്ഥകളാണ് നമ്മുടെ മാരിടൈം ലോസിലുള്ള, മെറൈൻ ലോസിലുള്ളത്? എങ്ങനെ വേണം ഈ വിഷയത്തെ സർക്കാർ കൈകാര്യം ചെയ്യാൻ നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ? നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കപ്പലപകടം നമ്മുടെ കൊച്ചി തീരത്ത് മാത്രമല്ല, ഇത് നമ്മുടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ പല കോസ്റ്റൽ സ്റ്റേറ്റുകളിലും ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കോസ്റ്റൽ സ്റ്റേറ്റ് എന്ത് ആക്ഷനാണ് എടുക്കുന്നത് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കോസ്റ്റൽ സ്റ്റേറ്റിന് അതിൻ്റേതായിട്ടുള്ള നിയമത്തിൻ്റെ ആ ഒരു ഫ്രെയിമിനുള്ളിൽ നിന്ന് അവർക്ക് ഒത്തിരിയധികം കാര്യങ്ങൾ ഈ കപ്പൽ കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ മനസ്സിലാക്കുന്നത്, ആദ്യം തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ കോസ്റ്റൽ സ്റ്റേറ്റ് ഈ കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു FIR ഇടണ്ട, ആദ്യം ഒരു ക്രിമിനൽ നടപടി ആദ്യം ഇടണ്ട എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പനീനെ വിവരം അറിയിക്കുകയും നമ്മുടെ കോസ്റ്റൽ സ്റ്റേറ്റിൽ ഉണ്ടായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇൻക്ലൂഡിങ് മെറൈൻ പൊല്യൂഷൻ, ഇൻക്ലൂഡിങ് ഓയിൽ പൊല്യൂഷൻ, ഫിഷർമെൻ ഉണ്ടായിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾ, ഇവരോട് ഒരു എമൗണ്ട് നമ്മുടെ സ്റ്റേറ്റിന് ഡെപ്പോസിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. ദാറ്റ് കുഡ് ബി മേ ബി ഒരു 1000 crore ആവാം, അല്ലെങ്കിൽ 1500 crore ആവാം, വാട്ട് എവർ ഇറ്റ് ഇസ്. ഒരു എമൗണ്ട് ക്വാണ്ടിഫൈ ചെയ്തിട്ട് യു ഡെപ്പോസിറ്റ് ദാറ്റ് എമൗണ്ട് വിത്ത് ദ സ്റ്റേറ്റ്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ടൈം ഫ്രെയിം ഉണ്ടോ? അതായത് അപകടം നടന്ന് ഇത്ര മണിക്കൂറിനകം നമ്മൾ ഇത് ക്ലെയിം ചെയ്യണം എന്നെന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ?
ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത് നമ്മൾ കാരേജ് ഓഫ് ഗുഡ്സ് ബൈ സീ ആക്ട് പ്രകാരമല്ല. നമ്മൾ നോർമൽ കേസിനകത്ത് ഒരു ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എന്നുള്ളതാണ്. ഇമ്മീഡിയറ്റ്ലി ദാറ്റ് മീൻസ് ഒരു മേ ബി റീസണബിൾ ടൈം അതിനകത്ത് നമുക്ക് പറയാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു 20 days, ഒരു 15 days. നമ്മളിപ്പോൾ ഈ അപകടം നടന്നിട്ട് 25-ാം തീയതി അപകടം നടന്നിട്ട് ഇതുവരെയും നമ്മുടെ സർക്കാർ, ഒരു കേരള ഗവൺമെൻറ് ഈ കപ്പൽ കമ്പനിയുമായിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറായി എന്നല്ലാതെ അവരൊരു ഡിമാൻഡ് ഇതുവരെയും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരോട് ഡിമാൻഡ് ചെയ്യുകയും ഈ സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ക്വാണ്ടം ഓഫ് എമൗണ്ട് സ്റ്റേറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യേണ്ടത്. അത് കപ്പൽ കമ്പനി തയ്യാറല്ല എങ്കിൽ നിയമപരമായിട്ട് തന്നെ സർക്കാരിന് പല കാര്യങ്ങളും ചെയ്യാനും പറ്റും. ബാക്കിയുള്ള ഇവരുടെ കപ്പലുകളെ തടഞ്ഞിട്ട് ഇവരൊക്കെ പ്രഷറൈസ് ചെയ്ത് ആ ക്വാണ്ടം ഓഫ് എമൗണ്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള നിയമപരമായിട്ടുള്ള വ്യവസ്ഥകൾ നമ്മുടെ നിയമത്തിലുണ്ട്. അഡ്വക്കേറ്റ് ജോയ് തട്ടിൽ, അപ്പോൾ താങ്കൾ പറയുന്നത് ആദ്യം ഒരു ഈ തീരത്തുള്ള, അതായത് ഈ മേഖല, ഈ സംസ്ഥാനം എന്ന നിലയിൽ കേരളം ചെയ്യേണ്ടിയിരുന്നത് ഒന്നെങ്കിൽ അത് FIR ഇട്ട് അതിൻ്റെ നിയമ നടപടികളിലേക്ക് കടക്കുകയോ, അതല്ലെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ ഇതിനൊരു നഷ്ടപരിഹാര തുകയിട്ട് അത് കമ്പനിക്ക് മേൽ സമ്മർദ്ദമായി അത് ഉന്നയിക്കുകയും അത് ഡിമാൻഡ് ചെയ്യുകയും ചെയ്യണമായിരുന്നു. നിർഭാഗ്യവശാൽ അത് രണ്ടും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ചാൾസ് ജോർജ്, ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ അഡ്വക്കേറ്റ് ജോയ് തട്ടിൽ പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് കാണുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ കമ്പനിക്കെതിരെ കേസിന് പോകാത്തത് എന്നതാണ്. നമുക്ക് എന്താണ് ഇന്ന് VD സതീശൻ അദ്ദേഹം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്താണെന്ന് കേട്ട ശേഷം ഞാൻ ഈ ചോദ്യവുമായി താങ്കളിലേക്ക് വരും. എല്ലാ സംസ്ഥാനങ്ങളും ഇതിനു മുമ്പുള്ള പ്രസിഡന്റ് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്ത് പരമാവധി പണം മേടിച്ച് ഇതിന്റെ ഇരകളായ സാധാരണക്കാരെ സഹായിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഈ കമ്പനിക്കെതിരായി കേസ് കൊടുക്കേണ്ട എന്ന നിലപാട് സ്വീകരിച്ചെന്ന് വ്യക്തമാക്കണം? എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് വ്യക്തമാക്കണം. ഇവിടെ CPM ഈ വർഗീയ വിരുദ്ധത പറയുന്ന ആളുകൾ BJPയുമായി പരസ്യമായ ബാന്ധവത്തിലാണ്. BJPയുടെ മത്സരിക്കേണ്ടെന്നാണ് തീരുമാനിച്ചത്. ശ്രീ ചാൾസ് ജോർജ്, ഈ ചോദ്യം എത്രത്തോളം പ്രസക്തമാണ്? പ്രതിപക്ഷ നേതാവ് ഇന്ന് ഈ ചോദിച്ച ചോദ്യം എത്രത്തോളം പ്രസക്തമാണ്? പ്രതിപക്ഷത്തെ കുറിച്ച് എനിക്ക് ഞങ്ങളെ കുറിച്ചാണ് പറയാനുള്ളത് സാർ. നമ്മളെ മുള്ളാൻ മുട്ടുമ്പോഴും മൂത്രപ്പുര അന്വേഷിക്കുന്ന പോലെയാണ് മുങ്ങാൻ മുട്ടുമ്പോൾ കപ്പലുകൾ അറബിക്കടൽ അന്വേഷിക്കുന്ന അവസ്ഥ വരുന്നത്. 2 ആഴ്ചക്ക് 2 അപകടമാണ്. എന്നാൽ ഈ പ്രദേശത്ത് നടക്കുന്നത് എന്നാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മള് രാജ്യത്തിന് നല്ല നിയമവ്യവസ്ഥയില്ലേ? ലോകത്തിന് നിയമവ്യവസ്ഥയില്ലേ? ലോകത്തെ വ്യവസ്ഥയും രാജ്യത്തെ വ്യവസ്ഥയും നാട്ടിലെ വ്യവസ്ഥയും നടപ്പാക്കപ്പെടുന്നില്ല. ഇവിടെ ഒരു കാടിന്റെ വ്യവസ്ഥയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ കപ്പൽ കമ്പനിയെ കുറിച്ച് നമ്മൾ എടുക്കണം. MSCക്കെതിരെ അമേരിക്കെതിരെ എത്ര കേസുണ്ട്? ഏറ്റവും ഒടുവിൽ MSCയുടെ ഗയാന 4000 കണ്ടെയ്നർ വഹിക്കുന്ന കപ്പൽ അമേരിക്ക ഡീറ്റെയിൻ ചെയ്തു. അവര് പെറുവിൽ നിന്ന്, ബ്രസീലിൽ നിന്ന്, കൊളംബിയയിൽ നിന്ന് 20 ടൺ രാസവസ്തു കൊക്കൈൻ കടത്തിക്കൊണ്ടുവന്ന് അമേരിക്ക കൊണ്ടുവന്ന് അവരവരുടെ സ്പീഡ് ബോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പിടിച്ചു. അത് 20 ടൺ, $1 ബില്യൺ അവരുടെ വില. ജോയിതട്ടിൽ പറഞ്ഞില്ലേ, ഗവൺമെന്റ് കോമ്പൻസേഷൻ കിട്ടി, ഞങ്ങൾക്ക് തന്നല്ലോ, തീർന്നല്ലോ കാര്യങ്ങൾ. 1000 രൂപയുടെ കോമ്പൻസേഷനും പട്ടിക്കഞ്ഞി ഞങ്ങൾക്ക് അപ്പൊ തൃപ്തിയായില്ല ഗവൺമെന്റ്. 1500 കോടി രൂപ കോമ്പൻസേഷൻ ചോദിക്കുന്ന അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്നത്. വെറും 10.5 കോടി രൂപ എന്ന് കേരളത്തെ മലയാളികളെ പറ്റിച്ചിരിക്കുകയല്ലേ ഇപ്പൊ. ഇത് എവിടെ ന്യായീകരിക്കാൻ പറ്റും? ഞാൻ ചോദിക്കട്ടെ, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സ്യസങ്കേതമല്ലേ കേരളം? MUR എന്നൊരു പ്രയോഗമുണ്ട്, മലബാർ അപ്വെല്ലിംഗ് റീജിയൻ. അതാണ് ഇന്ത്യയിലെ നമ്മുടെ മേഖല, മലബാർ അപ്വെല്ലിംഗ് റീജിയൻ. അത് ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ ചാള പിടിക്കുന്ന രാജ്യമാണ് മൊറോക്കോ. അവിടെയുണ്ട് ബംഗുവേല ജലപ്രവാഹം, അമേരിക്കയിൽ കാനറി ജലപ്രവാഹമുണ്ട്, അപ്പുറത്ത് വേറെ ജലപ്രവാഹമുണ്ട്, പെറുവ അങ്ങനെ എല്ലായിടത്തും മീനില്ല. അങ്ങനെ മീനുള്ള സ്ഥലത്തുള്ള ജലപ്രവാഹമാണ്. ഈ ജലപ്രവാഹത്തിനിടയിലാണ് 2 സംഭവം 2 ആഴ്ചകൾ ഉണ്ടായിരിക്കുന്നത്. ഇതെങ്ങനെ ഞങ്ങളെ ബാധിക്കാണ്ടിരിക്കില്ല? ഇപ്പൊ ഞാൻ പറയട്ടെ, വെടിമരുന്ന് ശാലയ്ക്ക് തീ പിടിച്ചാൽ അതെങ്ങനെ കെടുത്തു? നമ്മള് വെടിമരുന്ന് ശാലയ്ക്ക് തീ പിടിച്ചാൽ കത്തട്ടെന്ന് വെക്കില്ല പറ്റുള്ളൂ. എന്നിട്ട് അത് കടലിൽ പോകണം നോക്കണം. അതിനേക്കാൾ ഗൗരവമുള്ളത് അതിന് താഴെ 2000 ടൺ ഡീസലുണ്ട്. അതെങ്ങനെ കണ്ടെയ്ൻ ചെയ്യും നമ്മൾ ആലോചിക്കണം. 2010 ഈ പറയുന്ന MSC പ്രിയ കപ്പല് 2010 ഓഗസ്റ്റ് മാസം 7-ാം തീയതി ബോംബെയിൽ മുങ്ങി. അതിനെ റിക്കവർ ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പൊ തന്നെ കേസെടുത്തു, കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. 2021 തൊട്ടടുത്ത രാജ്യം ശ്രീലങ്കയിലെ കപ്പൽ വന്നിരിക്കുന്ന
ശ്രീലങ്കയിലെ കൊളംബോയിൽ ഒരു കപ്പൽ ഇതുപോലെ 8 ദിവസം കത്തിട്ടാണ് മുങ്ങിയത്. അതിലെ നർഡിൽസ് ഇപ്പൊ പറയുന്ന പ്ലാസ്റ്റിക് നർഡിൽ അത് മുഴുവൻ കടലിൽ വീണു. 600ഓളം കടലാമ ചത്തുപോയി. അവിടുത്തെ മത്സ്യങ്ങൾക്ക് മുഴുവൻ ദോഷമായി. അതിന്റെ വയറ്റിലും ചെകളയിലും മുഴുവൻ നർഡിൽസായിരുന്നു. ഇത് മനുഷ്യരത്തിന് നാനോ അല്ലെങ്കിൽ പ്ലാങ്ക്ടനായിട്ട് നാനോ ആയിട്ട് അല്ലെങ്കിൽ മൈക്രോ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ കയറൂലേ? നമ്മളെങ്ങനെ ബാധിക്കും? ഗവൺമെന്റ് പരിശോധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടോ? റാപ്പിഡ് റെസ്പോൺസ് ടീം ഉണ്ടാക്കിയിട്ടുണ്ടോ? വിദഗ്ധരെ വെച്ച് പരിശോധിക്കുന്നുണ്ടോ? ഒരു വിദഗ്ധരും ഇല്ല. ആദ്യത്തെ ദിവസം CMFRI CAFT പരിശോധിക്കാൻ ചുമതലപ്പെടുത്തി. അവർ റിപ്പോർട്ട് കൊടുത്തു. അത് വീടെടുത്ത് പരിശോധിച്ച് പറഞ്ഞു ഒരു കുഴപ്പമില്ല, ആർക്കും കഴിക്കും, മന്ത്രിക്ക് കഴിക്കാം, മന്ത്രിയുടെ ഭാര്യയ്ക്ക് കഴിക്കും, പിള്ളേർക്ക് കഴിക്കാതെ പറഞ്ഞു. അതാണ് വേണ്ടത്. ഇപ്പൊ കേരളത്തിൽ വന്നിരിക്കുന്ന പുതിയൊരു പ്രതിഭാസമാണ്. തീരത്ത് മുഴുവൻ ആൾക്കാരെ മുഴുവൻ ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് പോയിരുന്നു. തൊഴിലാളികൾ മുഴുവൻ തീരത്തുനിന്ന് ഇത് വാരിക്കൊണ്ടിരിക്കുകയാണ്. അത് മാനവനായ വാരിയാണ്. ആരാണ് പറയുന്നത്? ഇന്ത്യ രാജ്യത്ത് വന്ന് അമ്മത്ത് പറയുന്നു നിങ്ങൾ വാരി എടുത്ത് ഞങ്ങൾക്ക് തരുമെന്ന്. എന്ത് ഏർപ്പാടാണ് ഇത്? ഇത് ഏത് രാജ്യമാണ്? ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമല്ലേ? ഈ രാജ്യത്ത് ഗവൺമെന്റ് ചെയ്യേണ്ടതെന്നാണ് ഒന്നുകിൽ ഈ ക്യാപ്റ്റനെ അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്തില്ലല്ലോ നമ്മൾ. നമ്മുടെ തീരുമാനം എന്താണ്? ദുരൂഹമായ ഉറവിടങ്ങളുള്ള ഈ കമ്പനിയെ അതിന് പാട്ടിന് വിടണം. അവരെ കണ്ണേനെ കൂടുതൽ വരട്ടെ. അവർ അമേരിക്കയിൽ തന്നെ ഗയാനയുണ്ട്, ഒരുപാട് കപ്പൽ അമേരിക്ക പിടിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞല്ല, ബ്ലൂംബെർഗ് പോലുള്ള അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ വന്ന കണക്കാണ്. അവര് അമേരിക്കയിൽ ഇവരുടെ ഗയാന മാത്രമല്ല മറ്റു ചില കപ്പലുകളെ 5 കപ്പലുകൾ അവർ പിടിച്ചു. കഴിഞ്ഞ വർഷം തന്നെ ഈ കമ്പനി അമേരിക്കയിലെ ഫെഡറൽ ആക്ടിവിറ്റിന്റെ പേരിൽ $61.3 മില്യൺ കേസ് നിൽക്കുകയാണ്. അങ്ങനെ ദുരൂഹമായ ആരോപണങ്ങളുള്ള അതായത് കപ്പൽ കമ്പനിക്കെതിരെ ശ്രീ ചാൾസ് ജോർജ് കപ്പൽ കമ്പനിയോട് നഷ്ടപരിഹാര തുക ചോദിക്കുക എന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലെ ഇതേ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്തിട്ടുള്ളതാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇവിടെ നിയമവിദഗ്ധൻ നമ്മളോട് പറഞ്ഞത്, അഡ്വക്കേറ്റ് ജോയ് തട്ടിൽ പറഞ്ഞതും ആദ്യം ചെയ്യേണ്ട കാര്യം എത്രയും പെട്ടെന്ന് തന്നെ കപ്പൽ കമ്പനിയുമായി ആശയവിനിമയം നടത്തി ഈ ഉണ്ടായിരിക്കുന്ന അപകടം, അത് നമുക്കുണ്ടാക്കുന്ന ആഘാതം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ നഷ്ടപരിഹാര തുക ഡിമാൻഡ് ചെയ്യുക, അത് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ കാര്യം ചെയ്യാത്തത് എന്നതല്ലേ നമ്മുടെ മുന്നിലെ ചോദ്യം. താങ്കൾ എന്താണെന്ന് സംശയിക്കുന്നു? ഇപ്പോൾ താങ്കൾ എൽസ 3യുടെ അപകടം ഉണ്ടായപ്പോൾ ശ്രീ ചാൾസ് ജോർജ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, അതിനകത്തുള്ള അട്ടിമറി സാഹചര്യം കൂടി പരിശോധിക്കണം, അതുപോലും സംശയിക്കേണ്ടതാണെന്നാണ്. ഇപ്പൊ തൊട്ടടുത്ത് തന്നെ രണ്ടാമതൊരു അപകടം കൂടി ഉണ്ടായിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. വിഴിഞ്ഞ നമ്മുടെ മാസ്റ്റർ പ്രൊജക്റ്റാണ്. നമ്മൾ തർക്കമില്ല, എനിക്കും തർക്കമില്ല. അതിലെ പ്രധാനപ്പെട്ട ആളാണ്, പാർട്ട്ണറാണ് അദാനി. അദാനി നമുക്ക് മുഴിപ്പിക്കാൻ പാടില്ല. ഏറ്റവും കൂടുതൽ കപ്പൽ വരുന്ന അവിടെ നിന്ന് MSC ആണ്. അവരെ മുഴിപ്പിക്കാൻ പാടില്ല. നമുക്ക് ഗവൺമെന്റിന്റെ വേണ്ടി നമ്മൾ അവരെ കാല് പിടിച്ചാണെങ്കിലും കിടന്നുപോകാൻ മേടിക്കാൻ തീരുമാനിച്ചിരിക്കും. ഇതല്ലല്ലോ കാര്യം. ലോകത്ത് എത്രയോ കോമൺ സെൻസ് നടന്നിരിക്കുന്നു, എത്രയോ കരാറുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കപ്പൽ മുങ്ങിയാൽ, ഞാൻ ഉദാഹരണം പറയാം, കഴിഞ്ഞ ഒരു കപ്പൽ മുങ്ങി. ആ കപ്പലിന്റെ വില $625 മില്യൺ ആയിരുന്നു. പക്ഷെ ആ കമ്പനി കൊടുക്കേണ്ടത് $2 ബില്യൺ, 200 കോടി. ആ കപ്പലിന്റെ വിലയേക്കാൾ 3 ഇരട്ടി കോമ്പൻസേഷൻ കൊടുത്ത അനുഭവം നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ ലോകത്തുണ്ട്. ഇത് നമ്മൾ കാണണ്ടേ? നമ്മൾ ആദ്യമേ അതിനെ കേസിടണം, FIR എടുക്കണം. കേസിടണം, ഇതൊന്നും എടുത്തില്ലല്ലോ. ഞാൻ ചുരുങ്ങിയ കാര്യം ചോദിക്കട്ടെ, ഈ കപ്പൽ ക്യാപ്റ്റൻ തന്നെ കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന കപ്പൽ റൂട്ടിൽ നിന്ന് വ്യത്യസ്തമായി അത് 50 കിലോമീറ്ററാണ്. 27 കിലോമീറ്റർ വന്നാണ് കപ്പൽ മുങ്ങിയിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നിയമലംഘിച്ച കപ്പൽ ക്യാപ്റ്റൻ പോയത്, ആ ക്യാപ്റ്റൻ നമ്മൾ ആ കൊഴുവൻ പറഞ്ഞു വിട്ടില്ലേ? അപ്പൊ ഇവിടെ ഏത് രാജ്യമാണ് ഇത്? ആര് ഭരിക്കുന്ന രാജ്യമാണ്? അദാനി ഭരിക്കുന്ന രാജ്യം, അദാനി ഭരിക്കുന്ന സംസ്ഥാനം, MSC ഭരിക്കുന്ന കൊച്ചിൻ പോർട്ട്, MSC ഭരിക്കുന്ന തിരുവനന്തപുരം പോർട്ട്. ഇത് ഗുണകരമായ കാര്യമല്ല. ഇനി ഞങ്ങളുടെ നാട്, നമ്മുടെ നാട് എങ്ങോളം നമ്മൾ ആലോചിക്കണം. നമ്മൾ ഭരിക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തരവാദിത്തമുള്ള ജനങ്ങളുണ്ട്. ഞങ്ങളുടെ കാര്യം പറയട്ടെ, മത്സ്യത്തൊഴിലാളികളുടെ കാര്യം പറയട്ടെ. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞില്ലേ, ഇത് കൊറോളിസ് പ്രവാഹമുണ്ട് കേരളത്തിലേക്ക്. അവരാണ് ഈ കാലവർഷം കൊണ്ടുവരുന്നത്. ഭൂമി കരം കൊണ്ടാണ് പ്രവാഹമാണ്. അതിന്റെ കൂട്ടത്തിൽ എക്മാൻ കരണ്ടുണ്ട്. ഈ 2 ചേർന്നാണ് കടലിൽ അപ്പോയിലിംഗ് ഉണ്ടാക്കുന്നത്. ലോകത്ത് നിന്ന് കഴിക്കുന്ന അയിലയുടെ 90% പിടിക്കുന്ന ഈ ഏരിയയിൽ നിന്നാണ്. ഇതേ ഏരിയയിലുള്ള കൊയിലോൺ ബാങ്കിനടുത്താണ് കപ്പൽ മറിഞ്ഞിരിക്കുന്നത്. ഇതേ ഏരിയയിലെ നമ്മുടെ സാഗര പ്രദേശത്തിലെ കപ്പൽ മറിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണെന്ന് ആർക്കറിയാം? ഇപ്പൊ പുതിയ കപ്പൽ മറിഞ്ഞിരിക്കുന്നു. ആ കപ്പലിന് ഒരുപാട് തലതിരിച്ച മാനദണ്ഡങ്ങളുണ്ട്. അത് ഞാൻ ഒരു വെടിക്കെട്ട് പറയാൻ ഞാൻ പറഞ്ഞില്ലേ, വെടിക്കെട്ട് വരെ കത്തിയിരിക്കുകയാണ്. അതിനെ കണ്ടെയ്യാൻ ശ്രമിച്ചിട്ട് കാര്യമുണ്ടോ? അത് കത്തിപ്പൊടന്ന് വെക്കേണ്ടി വരും. പക്ഷേ അതിന്റെ താഴെ 2000 ടൺ ഡീസലുണ്ട്, ഓയിലുണ്ട്. അത് കൂടി ആയിക്കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും? ഇപ്പൊ നമുക്കറിയാം, ആ കപ്പല് നമ്മുടെ എത്ര വെള്ളം തെളിച്ചിട്ടും അത് കാര്യമില്ലാതെ അവസ്ഥ നിൽക്കുകയാണ്. ഇതൊക്കെ തന്നെ ലോകത്ത് ഒരുപാട് മാനദണ്ഡമുണ്ട്. ലോകത്ത് രാജ്യങ്ങളിൽ IMDGP എന്നൊരു സ്ഥാപനമുണ്ട്. IMO ബന്ധപ്പെട്ട സ്ഥാപനം. അതിനൊരു പ്രോട്ടോകോൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
അത് കത്തുന്നതിനെ സംബന്ധിച്ച് ഫ്ലെയിമബിൾ ആർട്ടിക്കിൾ, ടോക്സിക് ആർട്ടിക്കിൾ, അതുപോലെ ടോക്സിക് മെറ്റീരിയൽസ്, ഇങ്ങനെ പലതിന്റെ ആർട്ടിക്കിൾ തിരഞ്ഞിരിച്ച് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? അത് ലേബൽ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അത് എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യണം, അത് എവിടെ വെക്കണം, അപകടം എന്ത് ചെയ്യണം, കൃത്യം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. IMO നൽകിയിട്ടുണ്ട്. 1974 സോലാസ് കൺവെൻഷൻ പറഞ്ഞിട്ടുണ്ട്. 78 ഒരു കൺവെൻഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ഐക്യരാഷ്ട്രസംഘടന നൽകിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസംഘടനയോട് ബന്ധപ്പെട്ടിരിക്കുന്ന IATA-യും IMO-യും ഈ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മാർഗനിർദ്ദേശം ലംഘിച്ചാണ് കത്തിയിരിക്കുന്നത്. ഇത്തരം കപ്പൽ, ഞാൻ പറയുന്നത് രാസവസ്തുക്കൾ കൊണ്ടുപോകുന്ന കപ്പലുകൾക്ക് ഒരു പ്രത്യേക റൂട്ട് നമ്മൾ ചെയ്യേണ്ടി വരും ഇങ്ങനത്തെ അവസ്ഥ. കാരണം മലബാർ ഓപ്പോയിലിംഗ് റീജിയൻ ഇവരാരും ഉണ്ടാക്കുന്ന തത്വമല്ല, ഇവരാരുടെയും പൈതൃകമല്ല. അത് ലോകത്തിന്റെ ഒരു വസ്തുത്വമാണ്. ലോകത്തിന്റെ പൊതു പൈതൃകമാണ് നമ്മുടെ മലബാർ ഓപ്പോയിലിംഗ് റീജിയൻ. ആ റീജിയനെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തം ഞങ്ങളുടെ മലയാളികൾ മാത്രമല്ല, സമൂഹത്തിന് മുഴുവൻ ഉത്തരവാദിത്തമാണ്. ലോകത്താകമാനം വരുന്ന അയിലയുടെ 90% ഉൽപ്പാദിക്കുന്ന പ്രദേശമാണ്. കേരളത്തിൽ സമ്പന്നമായിരിക്കുന്ന മത്ത് ഉൽപ്പാദന കേന്ദ്രമാണ് ഇത്. ഈ രണ്ട് ജീവികളും ക്ലൈമറ്റ് റെസിലിയന്റ് ആണ്. ചെറിയൊരു മാറ്റം വന്നപ്പോൾ കടലിൽ ഓടിക്കളയും. ഞാൻ പറയട്ടെ, കഴിഞ്ഞ 12 വർഷമായി മത്തി അപ്രത്യക്ഷമായിരിക്കും. ഇപ്പൊ തിരിച്ചു വന്ന് തുടങ്ങിയ സമയമാണ്. കഴിഞ്ഞ 2 ആഴ്ചയിൽ മത്തി കിട്ടി തുടങ്ങിയ സമയത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ ഞങ്ങൾ ജീവിക്കും? നമുക്ക് വിശദമായി ഒന്നുകൂടി പരിശോധിക്കാം. ശ്രീമതി മാഗ്ലിൻ പീറ്റർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, തീര ഭൂസംരക്ഷണ സമിതിയിലെ ശ്രീമതി മാഗ്ലിൻ പീറ്റർ. ശ്രീമതി മാഗ്ലിൻ, ഇപ്പോൾ ഈ പല കോണിൽ നിന്നും ചില ആവശ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത് കേരളത്തിന് പതിവില്ലാത്ത ഇത്തരം കപ്പൽ അപകടങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിന് പിന്നിലെ കാരണങ്ങൾ, അതിലെ ദുരൂഹത സംബന്ധിച്ച കാര്യങ്ങളിൽ വിശദമായ ആഴത്തിലുള്ള അന്വേഷണം വേണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വളർച്ച മറ്റു പല രാജ്യങ്ങളെയും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ, ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും അട്ടിമറികളുണ്ടോ എന്നതാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു ചോദ്യം. മറ്റൊന്ന്, തീരദേശ മേഖലയിൽ കഴിയുന്ന ആളുകളുടെ ഈ അപകടങ്ങൾക്ക് ശേഷമുള്ള അവരുടെ സാഹചര്യം പരിഹരിക്കാൻ അത് പരിഗണിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നതാണ്. ശ്രീമതി മാഗ്ലിൻ, ഇതിനകത്തൊരു അട്ടിമറി താങ്കൾ സംശയിക്കുന്നുണ്ടോ? തീരപ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ സർക്കാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ? അട്ടിമറിയാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. കാരണം അപകടം ഇത് അട്ടിമറിയാണോ അതാണോ ബോധപൂർവം മുക്കിയതാണോ എന്നും നമുക്കറിയില്ല. രണ്ടും നമ്മൾ സംശയിക്കുന്നുണ്ട്. കാരണം അറിയാലോ, MSCയുടെ കാലാവധി ഇനി 2 വർഷം കൂടിയേ ഉള്ളൂ. അതിനുള്ളിലാണ് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ കൊച്ചിയിൽ ഇത് അപകടത്തിൽപ്പെട്ട് മുങ്ങിപ്പോകുന്നത്. ആ മുങ്ങിപ്പോകുന്ന സമയത്തിന്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാമല്ലോ. ഏർലി മോർണിംഗിന് നമ്മൾ അറിയുന്നു, മുങ്ങുന്നത് അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ്. അത് നിവർത്താൻ വേണ്ടിയിട്ടുള്ള യാതൊരുവിധ സംവിധാനവും സർക്കാരിന്റെ ഭാഗത്തുനിന്നോ പോർട്ടിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈ കപ്പലിന്റെ ഉടമസ്ഥയുള്ള കമ്പനിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം വേണം. ഞങ്ങൾ ഇത് അന്വേഷിക്കാൻ സാധ്യത വളരെ കുറവാണ്. വളരെ കൃത്യമായിട്ട് അറിയാം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത്, അല്ലെങ്കിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രി പറഞ്ഞു, വ്യവസായ വകുപ്പ് മന്ത്രി ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, മുങ്ങിയത് മുങ്ങി, ഇനി ഞങ്ങൾക്ക് വേണ്ടത് നഷ്ടപരിഹാരമാണ്. അതുകൊണ്ട് നഷ്ടപരിഹാരം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വിത്തിൻ മണിക്കൂറിനുള്ളിലാണ് അടുത്ത കപ്പലും ഇതേപോലെ തന്നെ നമ്മുടെ അഴീക്കല് അല്ലെങ്കിൽ ബേപ്പൂര് കത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, കൃത്യമായി നമുക്കറിയാം, ഒരു കണ്ടെയ്നർ തുറമുഖം നമുക്ക് ഇവിടെയുള്ളപ്പം അപകടം ഉണ്ടാവാനുള്ള സാധ്യതകൾ നമ്മൾ മുൻകൂട്ടി കാണേണ്ടതാണ്. കാരണം ഇതൊന്നും തീ കത്തത്തില്ല അല്ലെങ്കിൽ മുങ്ങിപ്പോവില്ല എന്നൊന്നും നമുക്ക് പൂർണ്ണമായി 100% ഒന്നും ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല. അതുകൊണ്ട് ഏത് നിമിഷവും ഇത് അപകടത്തിൽപ്പെടാം, എപ്പോഴെങ്കിലും ഒക്കെ അപകടത്തിൽപ്പെടാം. അപ്പം ഈ അപകടം സംഭവിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിവെന്റീവ്, അതിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ ആളുകളെ റെസ്ക്യൂ ചെയ്യണം, ഒപ്പം ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് സംവിധാനമാണ് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടാണ് ഈ പോർട്ടിന് ഇവിടെ അനുമതി കൊടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയൊരു സംശയം ഇവിടെ നിൽക്കുന്നുണ്ട്. രണ്ടാമത് തന്നെ ഇവിടെ പറയുന്നുണ്ട്, MSC എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കപ്പൽ വിഴിഞ്ഞത്ത് വരുന്നത് ഈ കമ്പനിയുടെ കപ്പലാണ്. ഇപ്പൊ വലിയ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വലിയ ആഘോഷം നടക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ് വിഴിഞ്ഞത്ത് വന്ന് കയറിയിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വാർത്ത. അതേ സമയത്ത് തന്നെ ഈ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഒരു സൈഡ് മത്സ്യത്തൊഴിലാളികൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങേ അറ്റത്തെ ദുരിതത്തിലാണ്. ഒരു കാര്യം, MSC ഉണ്ടാക്കിയ ആഘാതത്തിൽ നിന്നുകൊണ്ട് മോചനമായിട്ടില്ല. ഇന്നും ഇപ്പൊ നമുക്കറിയാം, ജൂൺ 5 പരിസ്ഥിതി ദിനം ആചരിക്കുന്ന അന്ന് കടലോരം മൊത്തവും
പ്ലാസ്റ്റിക് വേസ്റ്റിന്റെയും എണ്ണ ബാരലുകളും അല്ലെങ്കിൽ ഈ കപ്പലുണ്ടാക്കിയ ദുരന്തത്തിന്റെ ബാക്കി പത്രമായിട്ടുള്ള വേസ്റ്റുകൾ വന്ന് വേസ്റ്റുകളുടെ ഒരു കൂമ്പാരമായിട്ട് തീരം മാത്രമുള്ള കടലും മാറിയിട്ടുണ്ട്. ആ കടലിൽ ഒഴുകിപ്പോകുന്ന വസ്തുക്കളൊന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടൽ വലിയ ശാന്തമായിരുന്നു, ആ സമയത്ത് പോലും ഇതിനെ ഒന്ന് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് അടുത്തൊരു ദുരന്തം ഉണ്ടാകുന്നത്. പിന്നെ ഞങ്ങളെ പരിഹസിക്കുക ചെയ്യുന്നത്. എന്താ ദുരന്തമുണ്ടായ ആളുകൾ, നമുക്കറിയാം ഇവിടെ ദുരന്തം ഇങ്ങനെ ഉണ്ടാകുന്ന കപ്പൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും ഇതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടും ഉണ്ടാവാനുള്ള സാധ്യത, റെസ്ക്യൂ ഫണ്ട് ഉണ്ടാവാനുള്ള സാധ്യത, അല്ലെങ്കിൽ എമർജൻസി ഫണ്ട് ഉണ്ടാവേണ്ട ഒരു സാധ്യതയും കൂടി ഉണ്ട്. അപ്പം എമർജൻസി ഫണ്ട് എത്രയുണ്ട്, എങ്ങനെയാണ് ആളുകൾക്ക് കൊടുക്കുന്നത്, ആദ്യത്തെ വിക്ടിംസ് എന്നുള്ള രീതിയിൽ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ഇതെങ്ങനെ കൊടുക്കും എന്നതിനെ സംബന്ധിച്ച് യാതൊരുവിധ അറിയിപ്പും കൃത്യമായ വിവരവും ഇല്ല. രണ്ടാമത് നമുക്കറിയാലോ, എല്ലാവരും പറയും ഒരു വിഴിഞ്ഞം പോർട്ടിൽ വന്നു പോകുന്ന ഒരു കപ്പലിന്റെ എന്തൊക്കെ വസ്തുക്കളാണ് ആ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നതിനെ സംബന്ധിച്ചുകൊണ്ട് ഇവിടെ മാധ്യമങ്ങളും മനുഷ്യരും മത്സ്യത്തൊഴിലാളികൾ സംഘടനകളും ഒക്കെ ഒരുപാട് സംസാരിച്ചതിന് ശേഷമാണ് ആ ലിസ്റ്റ് ഒന്ന് പ്രസിദ്ധീകരിച്ചത്. എന്താണ് ഇതിനകത്ത് നിഗൂഢതയ്ക്ക് ഇത്രമാത്രം രഹസ്യം സൂക്ഷിക്കാൻ സർക്കാരിന് എന്താണ് ഇത്രയും വലിയൊരു ബന്ധം ഈ കമ്പനിയുമായിട്ടുള്ളത്? മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണത്തെക്കാളും അല്ലെങ്കിൽ കടലിന്റെ സംരക്ഷണത്തെക്കാളും വലിയൊരു അഭേദ്യമായ ബന്ധം ഈ കമ്പനികളും സർക്കാരുമായിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ. അത് വേണ്ട എന്നുള്ള ഒറ്റ വാക്കിൽ പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യുക ചെയ്തത്. ശ്രീമതി മാഗ്ലിൻ, ഇപ്പൊ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു ആശങ്ക കൂടി ഞാൻ ചോദിക്കട്ടെ മാഗ്ലിനോട്. അതായത് ഇനിയിപ്പോൾ മത്സ്യം എങ്ങനെ വാങ്ങിക്കഴിക്കും, ഇതെല്ലാം ഇനി ഈ തീരപ്രദേശത്ത് വരുന്ന മത്സ്യമൊക്കെ വിഷാംശം കലർന്നതാകില്ല എന്നൊക്കെ ഉള്ള ആശങ്കയുണ്ട്. അത് തീരമേഖലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്കുമുണ്ടോ ആശങ്ക? തീർച്ചയായിട്ടും. അത് ഈ കഴിഞ്ഞ ദിവസവും ഈ MSC ഉണ്ടാക്കിയ ദുരന്തത്തിൽ നിന്നോട് നമ്മുടെ ഫിഷറീസ് വകുപ്പ് മന്ത്രി മത്സ്യമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആളുകളുടെ മനോഭാവത്തിനകത്ത് മാറ്റം വന്നിട്ടില്ല. നിരവധിയായിട്ടുള്ള സ്ത്രീകളോട് ഹോസ്റ്റലിലും അവിടേക്കും സ്ഥിരമായിട്ട് മത്സ്യം കൊടുക്കുന്നവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇനി മത്സ്യമായിട്ട് ഇവിടെ വരണ്ട, ഇതൊന്ന് കഴിയട്ടെ, കഴിഞ്ഞതിന് ശേഷം മത്സ്യം ഞങ്ങൾ വാങ്ങിച്ചോളാം. അതുപോലെ മാർക്കറ്റുകളിൽ സ്ത്രീകളും മീനും കൊണ്ടുപോയിട്ട് തിരിച്ചു വരിക ചെയ്യുന്നത്. പ്രത്യേകിച്ച് അറിയാലോ, തിരുവനന്തപുരത്ത് തീരദേശത്ത് ധാരാളം സ്ത്രീകള് മത്സ്യ വിപണനം ഒരു ഉപജീവനമാക്കിയിട്ടുള്ള ആളുകളാണ്. അവരുടെ കുടുംബങ്ങൾ വലിയ പട്ടിണിയിലാണ്. സ്കൂൾ ഓപ്പണിംഗ് ടൈം കൂടെയാണിത്. വലിയൊരു ദാരിദ്ര്യം അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും എന്നാൽ MSCയുടെ ആ ഒരു മുങ്ങലിൽ നിന്നുകൊണ്ട് ഒരു രക്ഷ നേടുന്നതിന് മുമ്പായിട്ടാണ് അടുത്തൊരു വന്നത്. അടുത്തത് അറിയാമല്ലോ, MSCയിൽ ഉണ്ടായിരുന്നതിനേക്കാളും മാരകമായിട്ടുള്ള വിഷാംശങ്ങൾ അടങ്ങിയിട്ടുള്ള രാസവസ്തുക്കളുമായിട്ട് വന്നിട്ടുള്ള കപ്പലാണ് മുങ്ങിയിട്ടുള്ളത്. 19 കണ്ടെയ്നറുകളിലാണ് അതീവ സുരക്ഷ ഉണ്ടാവേണ്ട രാസവസ്തുക്കളുള്ളത്. അത് നമുക്കറിയാം, വെള്ളത്തിൽ വീണാല് തീ പിടിക്കുന്നതുണ്ട്, വായുവുമായിട്ട് കയറിനാല് തീ പിടിക്കുന്നുണ്ട്. അത് മാത്രം ഓക്സിജനിൽ നമ്മൾ ശ്വസിച്ചാല് മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന അത്രയും മാരകമായ മാലിന്യ കൂമ്പാരമുള്ള ഒരു ഷിപ്പാണ് ഇവിടെ കൊണ്ടുവന്ന് തീ പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വളരെ ആശങ്കയിലാണ്. കാര്യം തീരദേശത്ത് ഞങ്ങൾക്ക് ഇനി എങ്ങനെ ജീവിക്കാൻ പറ്റും? ഈ ദുരന്തം ഇനി ആവർത്തിക്കപ്പെടില്ല എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്താണ് ഇതുപോലുള്ള അപകടങ്ങൾ വരുമ്പോൾ അപകടത്തെ ലഘൂകരിക്കാൻ എന്ത് സംവിധാനമാണ് സർക്കാരിന്റെയും കമ്പനിയുടെയും പോർട്ട് അധികൃതരുടെയും ഭാഗത്തു നിന്നുണ്ടാവുന്നത്? ഞങ്ങൾ വളരെ ആശങ്കയിലാണ്. അതിനൊപ്പമാണ് ഞങ്ങൾ കളിയാക്കുന്നത് പോലെയാണ് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ദുരിതാശ്വാസം. എന്താ 1000 രൂപ 6 കിലോ അരിയും. രാജ്യത്തിന്റെ ഭടന്മാരെന്ന് കൊട്ടിഘോഷിച്ച മുഖ്യമന്ത്രിയാണ് ഞങ്ങളെക്കുറിച്ച്. അപകടം വരുമ്പോൾ, മറ്റുള്ള എവിടെയെങ്കിലും അപകടം വരുമ്പോൾ ഞങ്ങളുടെ തൊഴിലും എല്ലാം മറന്നുകൊണ്ട് ഓടിപ്പോയി രക്ഷകരായിട്ടുള്ള മനുഷ്യരാണ് ഞങ്ങളെ ഇതിൽ പരം അപഹസിക്കാൻ വേറെ വാക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ മോശമാണ് സർക്കാർ മത്സ്യത്തൊഴിലാളികളെ ട്രീറ്റ് ചെയ്യുന്നത്. പരിഹസിക്കുകയാണ്. അപകട സാഹചര്യത്തിൽ പോലും വളരെ മോശമായി പരിഹസിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രിയുടെയും അതുപോലെ നമ്മുടെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരിക്കലും ഒരു രാജ്യത്തും ഇല്ലാത്ത അത്രയും സുരക്ഷിതമല്ലാതെയായി തീർന്നിരിക്കുകയാണ് ഇവിടെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളി. മനസ്സിലായി. ശ്രീമതി മാഗ്ലിൻ പീറ്റർ, ഏതായാലും താങ്കൾ ഉന്നയിച്ചതുപോലെ തന്നെ ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണ്. ഇതിൽ എന്തെങ്കിലും അട്ടിമറി ഉണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരണം. ഈ കമ്പനിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ട നടപടി. അതുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീമതി മാഗ്ലിൻ പീറ്റർ, വളരെയധികം നന്ദി താങ്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ എത്തിയത്. അഡ്വക്കേറ്റ് ജോയ് തട്ടിൽ, താങ്കൾ പറഞ്ഞു സാധാരണ നിലയിൽ ഈ കപ്പൽ കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാര തുക നേടിയെടുക്കാനുള്ള സമ്മർദ്ദമായിരുന്നു ആദ്യം സർക്കാർ നടത്തേണ്ടിയിരുന്നതെന്ന്.
ഇനി നമുക്ക് അതിന്റെ നിയമപരമായ സാധ്യതകൾ എന്തൊക്കെയാണ്? നമ്മൾ ആരാണ് ഇതിന് കേസിന് പോകേണ്ടത്? അത് സംസ്ഥാന സർക്കാരാണോ? ഇപ്പോൾ ഈ ലിസ്റ്റൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ്, അതോ കേന്ദ്ര സർക്കാരാണോ ഇതിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ എന്ത് നടപടികളാണ് നമ്മുടെ മുന്നിൽ ഒരു സാധ്യതയായി ഉള്ളത്? ഇതിൽ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ ഭയപ്പെടുന്ന ഒരു പ്രൊസീഡിങ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ MSc ആണെങ്കിലും വാൻഹായ് ആണെങ്കിലും അവരുടെ അഭിഭാഷകർ മോസ്റ്റ് പ്രോബബ്ലി ലണ്ടൻ ബേസ്ഡ് ലോയേഴ്സ് ആണ്. അവർ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രപ്പോസൽ നോർമലി ഇറ്റ് ഹാപ്പൻസ് ഓൾസോ എയ്തർ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ വെയിൽസ് അല്ലെങ്കിൽ യൂറോപ്പിൽ അവരുടെ ബിൽ ഓഫ് ലേഡിങ്ങിൽ ഉള്ള ജൂറിസ്ഡിക്ഷനിൽ അവർ കോടതിയിൽ അപ്രോച്ച് ചെയ്ത് അവർ ഒരു ആൻറ്റി സൂട്ട് ഇൻജങ്ഷൻ വാങ്ങിക്കും. അതിലുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതാണ് എൻ്റെ പ്രോസസ്സ്. അവർ ഒരു ആൻറ്റി സൂട്ട് ഇൻജങ്ഷൻ ഒരു ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു കോടതിയിൽ നിന്നോ അവർ ഒരു ആൻറ്റി സൂട്ട് ഇൻജങ്ഷൻ വാങ്ങിക്കുകയും ആ ആൻറ്റി സൂട്ട് ഇൻജങ്ഷൻ മീൻസ് ഇവരുടെ മറ്റ് കപ്പലുകൾ ഈ പർട്ടിക്കുലർ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് മറ്റാർക്കും ഈ രാജ്യത്ത് എവിടെയും ഈ മറ്റ് കപ്പലുകൾക്ക് എഗെയിൻസ്റ്റായിട്ട് ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ ക്ലെയിം റേസ് ചെയ്യാനോ സാധിക്കില്ല. ആ പെർട്ടിക്കുലർ കോടതിയിൽ, അതായത് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസിലാണെങ്കിൽ ആ കോടതിയിൽ ഇവരുടെ ഇൻഷുറൻസ് കമ്പനി, ദാറ്റ് ഈസ് പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഡെമിനിറ്റി കമ്പനി, അവർ ഒരു ലെറ്റർ ഓഫ് ഇൻഡെമിനിറ്റി അവർ ആ കോടതിയിൽ കൊടുക്കും. ഒരു എക്സ് എമൗണ്ട് ഓഫ് $1 million, ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് അവരവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അവർ ഈവൻ ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവർ ദേ വിൽ ഗിവ് എ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്. ഇത്ര എമൗണ്ടിന് തുല്യമായിട്ടുള്ള ഒരു എമൗണ്ട് ഞങ്ങൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ കോസ്റ്റൽ സ്റ്റേറ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മുടെ നഷ്ടപരിഹാരത്തിന് നമ്മൾ ആ ഫോറത്തിൽ അപ്രോച്ച് ചെയ്തതായിട്ട് വരും. അവർ ഒരു ലോ ഫേമിനെയോ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഒരു അതോറിറ്റിയെയോ ഇംഗ്ലണ്ടിൽ അപ്പോയിൻറ്റ് ചെയ്യുകയും നമ്മുടെ കോസ്റ്റൽ സ്റ്റേറ്റിനുണ്ടാകുന്ന എല്ലാവിധ നാശനഷ്ടങ്ങളും പരിഹാരങ്ങളും എല്ലാം അവിടെ നമ്മൾ റേസ് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മൾ ഫർദറായിട്ട് ഡിലേ ചെയ്താൽ. അതാണ് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരാശങ്ക. കാരണം വൺസ് ഒരു ആൻറ്റി സൂട്ട് ഇൻജങ്ഷൻ വന്നാൽ നമ്മുടെ ഇവിടെ ഒത്തിരിയധികം ഇമ്പോർട്ടേഴ്സ്, MScയിൽ ഒത്തിരിയധികം ഇമ്പോർട്ടേഴ്സ് വരുന്നുണ്ട്. അവരുടെ ക്ലെയിം മുഴുവനും ഇവിടെ ഈ കോടതികളിൽ അഡ്ജൂഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അതടുത്ത് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വന്നാൽ ഈ പറയുന്ന ക്ലെയിം മുഴുവനും നമ്മൾ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അവർ പറയും ഇന്ന ലോ ഫേമിനെ ഞങ്ങൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ക്ലെയിം മുഴുവനും അവിടെ നിങ്ങൾ പരാതി ഉന്നയിക്കുക. അവർ ആ ക്ലെയിം പ്രോസസ് ചെയ്തിട്ട് അതിന്റെ അഡ്ജുഡിക്കേഷൻ അവിടെയായിരിക്കും നടക്കുക. അവിടെ എനിക്കൊരു ചെറിയ സംശയം അഡ്വക്കേറ്റ് ജോയ് തട്ടിൽ, ഇത് നമ്മുടെ തീരത്ത് നടന്ന ഒരു അപകടം, അതിന്റെ ആഘാതമൊക്കെ ഏൽക്കുന്നത് നമ്മുടെ ജനങ്ങൾക്ക്, അതിന്റെ മുഴുവൻ ബാധ്യതയും പേറേണ്ടി വരുന്നത് നമ്മുടെ നാട്. അങ്ങനെയുള്ളപ്പോൾ അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ എന്നത് എങ്ങനെയാണ് ഇംഗ്ലണ്ടിലോ വെയിൽസിലോ ഏതെങ്കിലും ഒരു ലോ ഫേമിന് കൊടുത്തു എന്നതുകൊണ്ട് അത് അങ്ങോട്ടേക്ക് മാറാൻ കഴിയുക എന്നതാണ് എൻ്റെ ഒന്നാമത്തെ സംശയം. മാത്രമല്ല, കേന്ദ്ര സർക്കാർ ആകല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഈ രാജ്യത്തിന് വേണ്ടി കേസ് വാദിക്കേണ്ടി വരുന്നത്? അതായത് കേന്ദ്ര സർക്കാരാണോ ഇതിൽ കക്ഷിയാവുക? ഈ രണ്ട് കാര്യങ്ങളിലാണ് എനിക്ക് സംശയം ബാക്കിയുള്ളത്. ഈവൻ കേന്ദ്ര സർക്കാർ ആണെങ്കിൽ കൂടിയും അവരുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിലുള്ള ജൂറിസ്ഡിക്ഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഡെമിനിറ്റി ക്ലബ്ബാണ് അവരുടെ ഇൻഷുറൻസ് എങ്കിൽ ഈ കപ്പൽ ഉടമയും പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഡെമിനിറ്റി ക്ലബിലെ ഇൻഷുറൻസും തമ്മിലൊരു ധാരണയുണ്ടാവും. ഇവരുടെ ഡിസ്പ്യൂട്ട്സ് ഏത് ജൂറിസ്ഡിക്ഷനിലാണ് അത് കൈകാര്യം ചെയ്യുക എന്നുള്ളത്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ ജൂറിസ്ഡിക്ഷൻ ഫൈനലൈസ് ചെയ്യുക. പിന്നീടുള്ള തർക്കങ്ങളെല്ലാം പിന്നീടാണ് തീരുമാനിക്കേണ്ടിയിരിക്കുന്നത്. അവർ അങ്ങനെ ഒരു ആൻറ്റി സൂട്ട് ഇൻജങ്ഷൻ വന്നാൽ നമ്മൾക്ക് തീർച്ചയായിട്ടും പല ബുദ്ധിമുട്ടുകളുണ്ടാക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ എക്സ്പ്രസ് പേൾ ഇതിനു മുമ്പ് കൊളംബോയിൽ നടന്നിട്ടുള്ള ഇൻസിഡൻ്റ് ആണെങ്കിലും മറ്റു ചില ഇൻസിഡൻ്റ് ആണെങ്കിലും ഇതേ പ്രോസസ്സ് അവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്ക് തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ആശങ്കയുണ്ട്. അവർ ആ ക്ലെയിം പ്രോസസ്സ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ ആ രീതിയിലേക്ക് മാറുമോ എന്നുള്ള ഒരു ആശങ്കയും എനിക്കുണ്ട്. ശരി, ശ്രീ ചാൾസ് ജോർജ്, ഇപ്പോൾ അഡ്വക്കേറ്റ് ജോയ് തട്ടിൽ പറയുന്നത് പോലെയാണെങ്കിൽ ഇത് നമ്മുടെ കൈവിട്ടു പോകുന്ന ഒരു വിഷയമായി മാറുമല്ലോ.
യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് വലിയ ലാഭം ഉണ്ടായെന്ന് എന്റെ അഭിപ്രായം. നമ്മുടെ ലോകത്ത് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ. കപ്പലുകൾ മുങ്ങിയിട്ട് കമ്മൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 93 ബ്രയർ സംഭവം ഒന്ന്, 2006 ഫിലിപ്പൈൻസിൽ സോളാർ 1 കപ്പൽ മുങ്ങിയത്, കൊറിയയിൽ ഹെബറ്റ് കപ്പൽ മുങ്ങിയത്, 2018 TK ബ്രഹ്മൻ കപ്പൽ ലോറിയന്റ് ഫ്രാൻസിലെ അനുഭവങ്ങൾ. അവിടെയൊക്കെ തന്നെ കപ്പലിന്റെ 3 ഇരട്ടി തുക കമ്മൽ കൊടുത്തു. ഇവിടെ വരുന്നൊരു ബുദ്ധിമുട്ട് പറഞ്ഞല്ലോ, P&I ക്ലബ് ഉണ്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഡെമിനിറ്റി ക്ലബ്. അവർ ആരുടെ കേസെടുത്ത് ഈ കമ്പനി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ബ്രിട്ടാനിയ എന്ന് പറയുന്ന ലണ്ടൻ ആസ്ഥാനമായിരിക്കുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയാണ്. അതുകൊണ്ട് നമ്മൾ കേസ് അങ്ങോട്ട് പോയി ഇവിടുന്ന് തട്ടിലെപ്പോഴും ആൾക്കാർ അങ്ങോട്ട് തട്ടുമ്പോഴും പുറം പൊളിച്ച് അങ്ങോട്ട് പോകേണ്ടി ഒരു കേസ് നടത്താൻ. അത് നമുക്ക് ആരോഗ്യമില്ല, അതിനുള്ള കാറ്റുമില്ല. ഗവൺമെന്റ് ആരും ചുമതലപ്പെടുത്തും. ഗവൺമെന്റ് ഉത്തരവാദിത്വമില്ല ഈ കാര്യത്തിൽ. അവർ അനുനയിപ്പിച്ച് എന്റെ പോനെ ചേട്ടാ കേൾക്കൂ, ഞങ്ങളുടെ ഒരാൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് കാശ് തരുന്നു പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, 1500 കോടി മിനിമം കിട്ടാത്ത കേസല്ലേ പറഞ്ഞു അഡ്വക്കേറ്റ് പറഞ്ഞു. വെറും 10.5 കോടി ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. കേരളത്തിലെ 78,000 പേരുടെ മത്സരാളി കുടുംബങ്ങൾക്കായി 10.5 കോടി വന്നുകൊണ്ട് ഈ വിഷയം ലഘൂകരിക്കാൻ ഗവൺമെന്റ് ശ്രമിച്ചിരിക്കുന്നു. ഇതിൽപ്പരം ഗുരുതരമായ ഒരു കുറ്റം ഗവൺമെന്റ് ജനങ്ങളോട് ചെയ്യാനില്ല, ഞങ്ങളോട് ചെയ്യാനില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ഉത്പാദന സമൂഹമല്ലേ മത്സരാളികൾ, അവിടെ ഇതിൽപ്പോഴും ദ്രോഹം ചെയ്യാനുണ്ടോ? 10.5 കോടി കൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ പറ്റുമോ? ഇത് ഈ ദീർഘകാലം നിലനിൽക്കുന്ന വിഷയമല്ലേ, അതിനെക്കുറിച്ച് പഠിക്കണ്ടേ? പഠിക്കാൻ പോലും കമ്മിറ്റി വെച്ചിട്ടില്ലല്ലോ. ഈ രംഗത്തെ പ്രധാന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് വിദഗ്ധരായ ആളുകളുണ്ട്, യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരുണ്ട്, അക്വാ ബയോളജിസ്റ്റുകളുണ്ട്, തുറമുഖത്തിന്റെ ആളുകളുണ്ട്. ഈ എക്സ്പെർട്ട് കമ്പനികൾ ഉണ്ടാക്കേണ്ട അടിയന്തരമായി ഇനി ഇമ്പാക്ട് കൂടി പഠിച്ചു വിചാരിക്കണം. മാത്രമല്ല കമ്പനിയുമായിട്ട് തരത്ത് തുടരണം. അതിന് ലോകത്ത് ഒരുപാട് അനുഭവങ്ങളുണ്ട്. 2001 മങ്കർ കൺവെൻഷൻ വരുന്നത്, 2019 HNS കൺവെൻഷൻ വരുന്നത്, 2007 നെയ്റോബി കൺവെൻഷൻ കപ്പലിൽ ഉണ്ടാകുന്ന വേസ്റ്റ് പോലും ഉണ്ടാകുന്ന ദുരിതം പരിഹരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. 92 ഇന്റർനാഷണൽ സിവിൽ ലയബിലിറ്റി കൺവെൻഷൻ. ഇതൊക്കെ പ്രകാരം നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്, ഒരുപാട് കേസിന് സ്കോപ്പ് ഉണ്ട്. ഇതൊന്നും നമ്മൾ എല്ലാം സൈഡിലേക്ക് മാറ്റിവെച്ചു. ഇതൊക്കെ മാറ്റിവെക്കൂ. നമ്മുടെ സ്വന്തം ആളാണ് അദാനി, അവനേക്കാൾ പ്രധാനപ്പെട്ടവനാണ് അമ്മച്ചിയുടെ കപ്പൽ. ലോകത്തിന്റെ ഏറ്റവും എമ്മണ്ടൻ കപ്പലുകൾ കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങൾക്ക് എന്ത് കാര്യത്തിനകത്ത് ഞങ്ങൾ ഇന്ന് പണിയെടുക്കുകയാണ്. കടലിൽ ലോകത്തേറ്റവും അപകടം പിടിച്ച പണിയല്ലേ കപ്പൽ, ഈ മത്സ്യബന്ധനം. ലോകത്തെ ഏറ്റവും അപകടം പിടിച്ച തൊഴിലുകളിലൊന്നാണ് മത്സ്യബന്ധനം. ഒരു വർഷം കേരളത്തിൽ മാത്രം 53 തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് മരിച്ചു പോകുന്നത് കടലിൽ പോയി. അങ്ങനെ തൊഴിലെടുത്ത് ഈ രാജ്യത്ത് തീറ്റിപ്പെടുന്നവരാണ്. അപ്പൊ ഞങ്ങളെ ഇരട്ടി നിർത്തുന്ന ഏർപ്പാട് ആദ്യം നടത്തിപ്പോയി. അത് ഞാൻ പറഞ്ഞു, ഗവൺമെന്റ് പ്രത്യേകിച്ച് ഫിഷറി മന്ത്രി ഞങ്ങളെ വെമ്പടിക്കണം. മുഖ്യമന്ത്രി എന്താ പറയുക, 23 പത്രങ്ങൾ കേരളത്തിൽ ഫിഷറി മേഖലയ്ക്ക് നഷ്ടമുണ്ട്. അത് കൂടാതെ ടൂറിസം മേഖലയ്ക്ക് നഷ്ടമുണ്ട്. ഇത് കേട്ട ഫിഷറി മന്ത്രി വിളിക്കും, അത് സാംസ്കാരിക മന്ത്രി വിളിക്കും. അദ്ദേഹം ടൂറിസം മേഖലയ്ക്ക് മാത്രമല്ല സിനിമാ നിർമ്മാണ മേഖലയ്ക്ക് കൂടി നഷ്ടമുണ്ടെന്നായിരിക്കും പറയാൻ പോകുന്നു. അതുകൂടി ഈ കമ്പനി പരിഹരിക്കുന്നത് പറയില്ലേ? എന്തൊരു അബദ്ധം പിടിച്ച ധാരണയും നിലപാടുകളുമാണ്. ഇത് നഷ്ടപ്പെടുന്നത് ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾക്ക് കടലിൽ ജീവൻ രക്ഷയില്ല, കരപ്പുറത്ത് രക്ഷയില്ല. ശരി, കേരള തീരത്ത് അടുത്തടുത്തുണ്ടായ 2 കപ്പൽ അപകടങ്ങൾ, അതിൽ ഏറ്റവും അധികം അതിന്റെ ആഘാതം പേറുന്നത് തീരദേശവാസികളാണ്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഇതിന്റെ പാരിസ്ഥിതിക ആഘാതം ഇല്ലാതാക്കാൻ, അതിന് പരിഹാരം കണ്ടെത്താൻ, അതിനൊരു പോംവഴി കണ്ടെത്താൻ എന്ത് നടപടിയാണ് ഉത്തരവാദിത്വത്തോടുകൂടി അധികാരികൾ എടുക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇതിന് പിന്നിലെ അട്ടിമറി സാധ്യതകളെ കുറിച്ചുകൂടി അന്വേഷണം വേണമെന്ന് പൊതുവായി ഉയരുന്ന ആവശ്യം. കപ്പൽ കമ്പനിയോട് ധാരണയുണ്ടാക്കുന്ന, അതിൽ അല്ലെങ്കിൽ അവരോട് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നുണ്ട് എന്ന ഒരു വിമർശനം പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന കാര്യത്തിൽ ഈ കാര്യങ്ങളിൽ കൂടി വ്യക്തത വരുത്തുകയും തീരദേശവാസികളുടെ ബുദ്ധിമുട്ടുകൾ ലഘൂകരിച്ചുകൊണ്ട് അവരെ പരിഗണിക്കുന്ന ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന പ്രതീക്ഷ ബാക്കി വെച്ചുകൊണ്ടാണ് ഈ ചർച്ച ഇവിടെ പൂർത്തിയാക്കുന്നത്. ന്യൂസ് ഈവനിങ്ങിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.